Welcome back to my channel, English Grammar Teaching and Learning. In the last class, we studied correlative conjunction. No sooner than. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോറിലേറ്റഡ് കൺജങ്ഷൻ നോ സൂണർ ദാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ആസ് സൂൺ ആസ് പഠിച്ചു. അതുപോലെ ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇവയുടെ പ്രയോഗം തുടങ്ങിയവ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ട്, ഇംഗ്ലീഷ് റീഡറിലെ ഫസ്റ്റ് പാർട്ട്, അതിലെ പ്രധാനപ്പെട്ട ഗ്രാമർ ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ടുഡേ വി വിൽ സ്റ്റഡി സെക്കൻഡ് പാർട്ട്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് റീഡറിലെ സെക്കൻഡ് പാർട്ടാണ് ആരംഭിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ ടെക്സ്റ്റ് ബേസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ആക്ടിവിറ്റി 3 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. റീഡ് ദി ഫോളോയിങ്. അപ്പോൾ ഇത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4ൽ നിങ്ങളുടെ ലെസൺ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്, അതിലെ ആക്ടിവിറ്റി 3 ആണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി. അപ്പോൾ ഒരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ദി സ്മോൾ ടെക്സാസ് സ്കൂൾ ദാറ്റ് ഐ വെൻറ്റ് ടു ഹാഡ് എ ട്രഡീഷൻ ക്യാരിഡ് ഔട്ട് എവറി ഇയർ ഡ്യൂറിങ് ദി 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. അപ്പോൾ അതിനകത്ത് വാട്ട് ഡസ് ദി വേർഡ് വാലഡിക്റ്റേറിയൻ എന്ന വാക്കിൻ്റെ മീനിങ് എന്താണെന്ന്, ഈസ് എ സ്റ്റുഡൻറ്റ് വൺ വിത്ത് ദി ഹയസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, വാലഡിക്റ്റേറിയൻ എന്ന് പറയുക. അതുപോലെ തന്നെ ഉള്ള ചില വേർഡുകൾ, വൺ വേർഡ് തന്നിട്ട് അതിൻ്റെ മീനിങ് ആണ് ഇവിടെ ഒരു 5 എണ്ണം നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് മനു ഈസ് എ പോളിഗ്ലോട്ട്. ഇതിലേതെങ്കിലും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിൻ്റെ വൺ വേർഡ് എഴുതാൻ പറയും, മീനിങ് തന്നിട്ട്. അപ്പോൾ ഇത് കൃത്യമായും നമ്മൾ അറിഞ്ഞിരിക്കണം. പോളിഗ്ലോട്ട് എന്ന്, പോളി എന്ന് പറഞ്ഞാൽ ബഹു എന്നാണ് അർത്ഥം. ഒന്നിൽ പോളിടെക്നിക്സ്, മോർ ദാൻ വൺ ടെക്നിക് എന്ന് പറയുന്ന പോലെ പോളിഗ്ലോട്ട്. ഗ്ലോട്ട് മീൻസ് ലാംഗ്വേജ്. അപ്പോൾ പോളിഗ്ലോട്ട് മീൻസ് വൺ ഹു നോസ് മെനി ലാംഗ്വേജസ് ഓർ സെവറൽ ലാംഗ്വേജസ്, അതാണ് പോളിഗ്ലോട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വാലഡിക്റ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഈസ് എ സ്റ്റുഡൻറ്റ് വൺ വിത്ത് ദി ഹയസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. ഹയസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻ്റ് ഉള്ള സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, വാലഡിക്റ്റേറിയൻ എന്ന് പറയുക. വാലഡിക്റ്ററി ഫങ്ഷൻ, ഡിഗ്രി കൊടുക്കുന്ന ആ അവാർഡ് ദാന ചടങ്ങിനെയാണ് നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അതൊരു സെറിമണിയാണ്. അതുപോലെ ഒന്നാമത്തത് മനു ഈസ് എ പോളിഗ്ലോട്ട്, ഹി നോസ് സെവറൽ ലാംഗ്വേജസ്. അവിടെ ഹി നോസ് സെവറൽ ലാംഗ്വേജസ്, അത് തന്നെയാണ് വൺ ഹു നോസ് മെനി ലാംഗ്വേജസ് ഓർ സെവറൽ ലാംഗ്വേജസ് ഈസ് കാൾഡ് പോളിഗ്ലോട്ട്. രണ്ടാമത്തത് ദി ഹരിക്കെയിൻ ബിഗാൻ ആസ് ആൻ അമോർഫസ് മാസ്, എ ഷേപ്പ്ലെസ് ഗ്രൂപ്പ് ഓഫ് ക്ലൗഡ്സ്, ഷേപ്പ്ലെസ് തിങ് ഓർ വിത്തൗട്ട് എനി ഷേപ്പ് ഓർ ഫോം. അപ്പോൾ എന്താണ് അമോർഫസ് എന്ന് പറഞ്ഞാൽ? വിത്തൗട്ട് എനി ഷേപ്പ് ഓർ ഫോം, സിംപ്ലി ഷേപ്പ്ലെസ് തിങ്, അതാണ് അമോർഫസ്. മൂന്നാമത്തത് ഡെസ്പറേജ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിഗാർഡ് ആസ് വർത്ത്ലെസ്, മൂല്യം ഇല്ലാത്ത, ഡിഗ്രേഡ്, തരം താഴ്ത്തപ്പെട്ട. അപ്പോൾ മൂന്നാമത്തെ ഡിസ്പറേജ്ഡ് ആണ്, മീനിങ് റിഗാർഡ് ആസ് വർത്ത്ലെസ് ഓർ ഡിഗ്രേഡഡ്. അടുത്ത ഷീ വാസ് നോട്ട് സിംപ്ലി ഹാപ്പി ടു റിസീവ് ദി ഗിഫ്റ്റ്, ഷീ വാസ് യൂഫോറിക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി എന്നർത്ഥം. എക്സ്ട്രീംലി ഹാപ്പി, യൂഫോറിക്. അടുത്തത് ദി സ്ലീപ്പ് ക്ലിനിക് ട്രീറ്റ്സ് സൊംനാബുലിസ്റ്റ് പീപ്പിൾ ഹു വാക്ക് ഇൻ ദെയർ സ്ലീപ്പ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആളിനെ നമ്മൾ ഇത് പറയും, അത് സൊംനാബുലിസ്റ്റ് എന്ന് പറയും. അങ്ങനെയുള്ള പീപ്പിൾ ഹു വാക്ക് ഇൻ ദെയർ സ്ലീപ്പ് ഓർ സ്ലീപ്പ് വാക്കേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ ഹു വാക്ക് ഇൻ ദെയർ സ്ലീപ്പ് ഈസ് കാൾഡ് സോംനാബുലിസ്റ്റ്. അപ്പോൾ പോളിഗ്ലോട്ട്, അമോർഫസ്, ഡെസ്പറേജ്ഡ്, യൂഫോറിക് ആൻഡ് സോംനാബുലിസ്റ്റ്. പിന്നെ ഫസ്റ്റ് വൺ വാലഡിക്റ്റേറിയൻ. ഇത്രയുമാണ്
ഒരു വൺ വേർഡ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് തന്നിട്ട് വൺ വേർഡ് എഴുതാൻ പറഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യു ക്യാൻ എക്സ്പെക്റ്റ് എനി വൺ ഓഫ് ദീസ് ഇൻ യുവർ എക്സാമിനേഷൻ. സോ സ്റ്റഡി വെൽ. ഇനി ഞാൻ അടുത്തതിലേക്ക് പോകുന്നത് ചില ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഗിവൺ ബിലോ ആക്ടിവിറ്റി 4-ൽ ഉള്ളതാണത്. ഗിവൺ ബിലോ ആർ സെൻറ്റൻസസ് വിച്ച് കണ്ടെയ്ൻ സർട്ടൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വേർഡ് മീനിങ് അല്ല എടുക്കേണ്ടത്, അതിൻ്റെ ഒരാശയപരമായിട്ട് ഒരു വസ്തുത ഉണ്ടായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇഡിയോമാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വേർഡ് മീനിങ് അല്ലാതെ തന്നെ ഇന്നറായിട്ട് അതിന് മീനിങ് ഉണ്ട്, ആശയപരമായിട്ട് അതിന് വ്യാപ്തിയുണ്ട്. അതാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ പ്രത്യേകത. ആൻഡ് റൈറ്റ് മീനിങ് ഓഫ് ദി ഇഡിയംസ്. ഈ ഇഡിയംസിൻ്റെ എല്ലാം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, വി ക്യാൻ ആർഗ്യൂ ഓൺ ദി ഇഷ്യൂ ടിൽ ദി കൗസ് കം ഹോം. അപ്പോൾ ഇവിടെ ഇഡിയോമാറ്റിക് ഫ്രേസ് ഏതാണ്? ടിൽ ദി കൗസ് കം ഹോം. ടിൽ ദി കൗസ് കം ഹോം. അപ്പോൾ നമ്മൾ വേർഡ് മീനിങ്ങിൽ എടുത്താൽ പശുക്കൾ വീട്ടിൽ എത്തുന്നത് വരെ എന്നാണ്. പക്ഷേ അതിൻ്റെ മീനിങ് എന്താണ്? ഫോർ എ ലോങ് ടൈം എന്നാണ് അർത്ഥം. അപ്പോൾ വി ക്യാൻ ആർഗ്യൂ ഓൺ ദി ഇഷ്യൂ ഫോർ എ ലോങ് ടൈം. വി ക്യാൻ ആർഗ്യൂ ഓൺ ദി ഇഷ്യൂ ടിൽ ദി കൗസ് കം ഹോം എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഫോർ എ ലോങ് ടൈം, ദീർഘനാളുകളായിട്ട് നമുക്ക് വാദപ്രതിവാദം നടത്തണം. വി ക്യാൻ ആർഗ്യൂ ഓൺ ദി ഇഷ്യൂ, ഈ ഇഷ്യൂവിൻ്റെ മുകളിൽ. അപ്പോൾ ടിൽ ദി കൗസ് കം ഹോം എന്ന് പറഞ്ഞാൽ ഫോർ എ ലോങ് ടൈം, ദീർഘകാലമായി, ഫോർ എ ലോങ് ടൈം, ദീർഘനേരത്തേക്ക്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇവിടെ ഇറ്റ് ഈസ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ റെയിനിങ് വെരി ഹെവിലി, ഹെവി ഡൗൺ പോർ, കൊടുമഴ, റെയിനിങ് വെരി ഹെവിലി, ഡൗൺ പോർ. തേർഡ് വൺ, രാധിക വാസ് ടിക്കിൾഡ് പിങ്ക് ബൈ ദി ഗുഡ് ന്യൂസ്. രാധിക വാസ് ടിക്കിൾഡ് പിങ്ക് ബൈ ദി ഗുഡ് ന്യൂസ്. വെരി ഡിലൈറ്റ്ഫുൾ എന്നാണ് ടിക്കിൾഡ് പിങ്കിൻ്റെ മീനിങ്. വെരി ഡിലൈറ്റ്ഫുൾ, വളരെ കൂടുതൽ സന്തോഷമുള്ള. ദിസ് ഡ്രസ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ആൻ ആം ആൻഡ് എ ലെഗ്. ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗമാണ്. ഈ കൈമുട്ട് മുതൽ താഴോട്ട് കൈപ്പത്തി വരെയുള്ള ഭാഗത്തെ ആമെന്ന് പറയാം. ആൻഡ് ലെഗ് താഴെ. അപ്പോൾ അവിടെ നമ്മളൊന്ന് കുനിഞ്ഞേ. അപ്പോൾ അതിന് ഈ ഒരു മീനിങ് ആണോ യഥാർത്ഥത്തിൽ? എ ലോട്ട് ഓഫ് മണി എന്നാണ് അതിൻ്റെ അർത്ഥം. ദിസ് ഡ്രസ് കോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. ഈ ഡ്രസ്സിന് വളരെ കൂടുതൽ തുകയായി. വി ആൾ ആർ ഇൻ ദി സെയിം ബോട്ട്. നമ്മൾ എല്ലാവരും ഒരേ ബോട്ടിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദി സെയിം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ദി സെയിം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതാണ് വി ആൾ ആർ ഇൻ ദി സെയിം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമ്മളെല്ലാവരും ആ പ്രയാസപ്പെട്ട സാഹചര്യത്തിലാണെന്ന് അർത്ഥം. സെയിം ബോട്ട്. ഐ വിൽ ക്ലീൻ ദി ടോയ്ലറ്റ് വെൻ പിഗ്സ് ഫ്ലൈ. പിഗ്സ് ഫ്ലൈ, ആ വേർഡ് മീനിങ് വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ പന്നികൾ പറക്കുക, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇമ്പോസിബിൾ ആണ്. ഐ വിൽ ക്ലീൻ ദി ടോയ്ലറ്റ്, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് അസാധ്യമാണ് ആയ കാര്യമാണ്. ഞാൻ ക്ലീൻ ചെയ്യും എന്നുള്ളത് നെവർ, ഒരിക്കലും ഇല്ല. അതുപോലെയുള്ള ഒരു 6 ഇതിനകത്ത് തന്നിട്ടുണ്ട്. 4 ഇഡിയംസ് കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് വിട്ടുതരുന്നു. ഫൈൻഡ് ഔട്ട് ആൻഡ് സ്റ്റഡി. ബ്രേക്ക് ദി ഐസ് 1. രണ്ടാമത്തത് ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ. ബ്രേക്ക് ദി ഐസ്, ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ. നെക്സ്റ്റ് വൺ, ക്രൈ ഓവർ സ്പോയിൽഡ് മിൽക്ക്. ലാസ്റ്റ് വൺ, ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ഈ 4 ഇഡിയംസ് കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ. ബ്രേക്ക് ദി ഐസ്, ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ, ക്രൈ ഓവർ സ്പോയിൽഡ് മിൽക്ക്, ദെൻ ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി കേജ്. ഓക്കെ. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഇനഫിൻ്റെ പ്രയോഗമാണ്. ഇനഫ്. ഇനഫ് യഥാർത്ഥത്തിൽ ഒരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമവിശേഷണം. അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ നൗൺ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നാമവിശേഷണമാണ്. അതുപോലെ തന്നെ ആഡ്വർബാണ്. പ്രോനൗണായിട്ടും ഇനഫ് ഉപയോഗിക്കാറുണ്ട്. ഇനഫ് എന്ന് പറഞ്ഞാൽ ഇനഫ് ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനഫ് ടു. ഇനി ഈ ഇനഫ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇനഫ് ഈസ് യൂസ്ഡ് ബിഫോർ
എ നൗൺ, ഒരു നാമത്തിന് മുന്നിലാണ് ഇനഫ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ആൻ അഡ്ജക്റ്റീവ്. ഇനഫ് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ആൻഡ് ആഫ്റ്റർ ആൻ അഡ്ജക്റ്റീവ്. അതാണ് അതിൻ്റെ ബേസിക് റൂള്. ഇനഫ് എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റ് എന്നർത്ഥം, വേണ്ടുവോളം, അതാണ് ഇനഫിൻ്റെ അർത്ഥം. അപ്പോൾ ഇനഫ് എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്, ആഡ്വർബായിട്ട് വരാറുണ്ട്, അതുപോലെ തന്നെ പ്രൊനൗണായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇനഫിൻ്റെ അർത്ഥം സഫീഷ്യൻ്റ് എന്നർത്ഥം, എ ലോട്ട് ഓഫ്, ധാരാളം, വേണ്ടുവോളം എന്നർത്ഥം. ഇനി ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇനഫ് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ, ഒരു നാമത്തിന് മുന്നിൽ ഉപയോഗിക്കുന്നു, അതുപോലെ ആഫ്റ്റർ ആൻ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവിന് ശേഷം ഉപയോഗിക്കുന്നു. ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാം. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ ഹു കുഡിൻറ്റ് ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 ചിൽഡ്രൻ. ആ സെൻറ്റൻസിൽ എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. ഹു കുഡ് നോട്ട് ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 ചിൽഡ്രൻ. 8 കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടിയുള്ള പണം കഴിയുന്നില്ല സമ്പാദിക്കാൻ. കുഡിൻറ്റ് ഏൺ, അത്രയും നേടാൻ കഴിയുന്നില്ല. ഇനഫ് മണി, അപ്പം മണി എന്ന് പറയുന്ന വാക്ക് എന്താണ്? മണി, അതൊരു നൗണാണ്, മണി. അപ്പോൾ ഇനഫ് മണി. അപ്പോൾ ഇനഫ് എവിടെ ഉപയോഗിക്കുന്നു? മണിക്ക് മുന്നിൽ ഉപയോഗിക്കുന്നു, ഇനഫ് മണി. അതുപോലെ ഇനി വേറെ, ഇൻ ദി അബവ് സെന്റൻസ് ഇനഫ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദി നൗൺ മണി ആൻഡ് ഇറ്റ് മീൻസ് ആസ് മച്ച് ആസ് വി നീഡ് ഓർ വണ്ട്. ആസ് മച്ച് ആസ് വി നീഡ് ഓർ വണ്ട്, അതാണ് ഇനഫിൻ്റെ അർത്ഥം. ഓക്കെ. രണ്ടാമത്തത് സെറ്റ് 1. ഹീ ഈസ് ടാൾ ഇനഫ് ടു ടച്ച് ദി സീലിംഗ്. ടാൾ ഇനഫ്. ഇപ്പോൾ ഇനഫ് മണി എന്ന് പറഞ്ഞു, പിന്നെ പറയുന്നത് ടാൾ ഇനഫ്, റിച്ച് ഇനഫ്. അപ്പോൾ ഇവിടെ ഇനഫ് മണി, ഇനഫ് മണി, ഇനഫ് പെട്രോൾ. നോക്കാം. ടാൾ ഇനഫ്. അടുത്തത് ഹീ ഈസ് ടാൾ ഇനഫ് ടു ടച്ച് ദി സീലിംഗ്. സീലിംഗ് തട്ടത്തക്ക രീതിയിൽ അത്ര ഹൈറ്റ് ഉണ്ട്. ഷീ ഡിഡിൻറ്റ് റൺ ഫാസ്റ്റ് ഇനഫ്. അടുത്തത് ടാൾ ഇനഫ് കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ഇനഫ്, ഫാസ്റ്റ് ഇനഫ്, ഫാസ്റ്റ് ഇനഫ്. ദെൻ സ്മോൾ ഇനഫ്, സ്മോൾ ഇനഫ്, സ്മോൾ ഇനഫ്. Then there isn't enough sugar, enough sugar, enough sugar. Then enough food, there is enough food for everyone, enough food. Okay, identify the word modified by enough. അപ്പോൾ ഇവിടെ വേർഡ് മോഡിഫൈ, ഇനഫ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് മണി, അതൊരു നൗണാണ്, നൗണിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നു. ടാൾ അഡ്ജക്റ്റീവാണ്, അഡ്ജക്റ്റീവിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നു. റിച്ച് അഡ്ജക്റ്റീവാണ്, അഡ്ജക്റ്റീവിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നു. ഇനഫ് പെട്രോൾ, പെട്രോൾ ഒരു നൗണാണ്, അതിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഫാസ്റ്റ് ഇനഫ്, ഫാസ്റ്റ് അഡ്ജക്റ്റീവാണ്, ഇനഫ് അതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നു. സ്മോൾ അഡ്ജക്റ്റീവാണ്, അതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നു. ഇനഫ് ഷുഗർ, ഷുഗർ നൗണാണ്, അതിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇനഫ് ഫുഡ്, ഫുഡ് നൗണാണ്, അതിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി അതുമായി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി വേർഡ് മോഡിഫൈഡ് ബൈ ഇനഫ്. ഇനഫ് മോഡിഫൈ ചെയ്തിട്ടുള്ള വേർഡ് ഏതൊക്കെയാണ്? ഒന്ന് മണി, അതൊരു നൗണാണ്, അതിന് മുന്നിൽ. ടാൾ അഡ്ജക്റ്റീവാണ്, അതിന് ശേഷം. റിച്ച് അഡ്ജക്റ്റീവാണ്, അതിന് ശേഷം. പെട്രോൾ നൗണാണ്, മുന്നിൽ. ഫാസ്റ്റ് അഡ്ജക്റ്റീവാണ്, ശേഷം. സ്മോൾ അഡ്ജക്റ്റീവാണ്, ശേഷം. ഇനഫ് ഷുഗർ, ഷുഗർ നൗണാണ്, മുന്നിൽ. ഇനഫ് ഫുഡ്, ഫുഡ് നൗണാണ്, മുന്നിൽ. That's all. What class of words are they? In which position is the word enough used in each sentence? അപ്പോൾ ഇനി ഓരോന്നും what class of words are they? Then now complete the following sentences adding enough with the suitable word from the box given and identify the parts of speech of the word modified by enough. ഇനി ഇവിടെ ഒരു 5 ചോദ്യം തന്നിട്ട് അത് ഇനഫ് ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? വി ഹാവ് ടു ഐഡന്റിഫൈ ദി വേർഡ് വെദർ ഇറ്റ് ഈസ് എ നൗൺ ഓർ ആൻ അഡ്ജക്റ്റീവ്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇനഫ് എവിടെ ഉപയോഗിക്കണം? വെർബ് അഡ്ജക്റ്റീവിനും ശേഷമാണ് ഉപയോഗിക്കേണ്ടത്, നൗണിന് മുന്നിലാണ്. അപ്പോൾ ആദ്യം വി ഹാവ് ടു ഐഡന്റിഫൈ ദി വേർഡ് നൗൺ ഓർ അഡ്ജക്റ്റീവ്. അത് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇവിടെ തന്നിരിക്കുന്നത്
നോക്കിയിട്ട് നമുക്ക് ഹി ഡിഡിൻറ്റ് ജമ്പ് ഡാഷ് ടു വിൻ ദി പ്രൈസ്. അപ്പോൾ അവിടെ ഹൈ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈ, ഓൾഡ്, ലൗഡ്, ഹൈ, കറേജ്, തിക്ക്, ഇത്രയും അഡ്ജക്റ്റീവ് ഉണ്ട്, അതിനകത്ത് നൗണും ഉണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവിന് ശേഷം ഉപയോഗിക്കുക, നൗണിന് മുന്നിൽ ഉപയോഗിക്കുക. അപ്പം ഇതിൽ ഏതാണ്? ഹി ഡിഡിൻറ്റ് ജമ്പ് ഇനഫ് ടു വിൻ ദി പ്രൈസ്. ഹി ഡിഡിൻറ്റ് ജമ്പ് ഇനഫ് അല്ല, ഹൈ ഇനഫ് ടു വിൻ ദി പ്രൈസ്. ഹൈ ഇനഫ്, വേണ്ടത്ര ഉയരത്തിൽ അവൻ ചാടിയില്ല. ഹി ഡിഡിൻറ്റ് ജമ്പ് ഹൈ ഇനഫ്. ഹൈ ആണ് അവിടെ വാക്ക്. ഹൈ, ഹൈ എന്ന വാക്ക് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ എന്താ? ഹൈ ഇനഫ്. ഹൈക്ക് ശേഷമാണ് ഇനഫ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഷീ ഈസ് ഡാഷ് ടു ട്രാവൽ ബൈ ഹെർസെൽഫ്. ഓൾഡ്, ഷീ ഈസ് ഓൾഡ് ഇനഫ്. ഓൾഡ് ഇനഫ്, ഇത് ഹൈ ഇനഫ്. നെക്സ്റ്റ് വൺ, ഹി ഹാഡ് ഡാഷ് ടു അഡ്മിറ്റ് ഹിസ് മിസ്റ്റേക്ക്. ഹി ഹാഡ് ഇനഫ് കറേജ്. കറേജ്, ഇനഫ് കറേജ്. അപ്പോൾ കറേജ്, ഇനഫ് കറേജ്. അപ്പോൾ ഇവിടെ ഹൈ ഇനഫ്, ഇത് അഡ്ജക്റ്റീവിന് ശേഷം ഉപയോഗിച്ചു. ഇവിടെയും അഡ്ജക്റ്റീവിന് ശേഷം ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴോ കറേജ് എന്ന് പറയുന്നത് നൗണാണ്, ധൈര്യം. അപ്പോൾ മുന്നിൽ ഉപയോഗിച്ചു. ദി ഐസ് ഹാഡ് ഡാഷ് ടു വാക്ക് ഓൺ. ദി തിക്ക് ഇനഫ്. അവിടെ തിക്ക് ഇനഫ്. അപ്പോൾ തിക്ക് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്, അഡ്ജക്റ്റീവ്. ഹി സ്പോക്ക് ഡാഷ് ടു ബി ഹേർഡ്. ലൗഡ്, ലൗഡ് ഇനഫ്. ഇപ്പം ഈ ഫില്ല് ചെയ്യാൻ തന്നിട്ടുള്ളതിൽ ഓൾഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്, അപ്പോൾ ഓൾഡ് ഇനഫ്. ലൗഡ് അഡ്ജക്റ്റീവ് ആണ്, ലൗഡ് ഇനഫ്. ഹൈ അഡ്ജക്റ്റീവ് ആണ്, ഹൈ ഇനഫ്. കറേജ് നൗൺ ആണ്, അപ്പോൾ കറേജ് നൗൺ ആണ്. അപ്പം ഇനഫ് കറേജ് അവിടെ മാത്രമേ ഉള്ളൂ നൗണിന് മുന്നിൽ ഉപയോഗിക്കുന്നു. മറ്റത് അടുത്തത് തിക്ക്, തിക്ക് ഇനഫ്. ഓക്കെ, ഇതാണ് അവിടെ നമ്മൾ കാണേണ്ടത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ആക്ടിവിറ്റി 2 ആണ്. ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി ആക്ടിവിറ്റി 2. ഓക്കെ, I hope that you understood today's class. Please subscribe, share and support me.